ആദ്യമായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 300 ഗ്രാം ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ നെയ്യ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യ് കൂടിയാലും കുഴപ്പമില്ല, എത്ര നെയ്യ് കൂടുന്നു അത്രയും ടേസ്റ്റ് കൂടും ആക്ച്വലി. ഇനി അതിലേക്ക് കാഷ്യൂവും കിസ്മിസും ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കും ആദ്യം. അപ്പോൾ കിസ്മിസ് ഒന്ന് പൊങ്ങി വരികയും കാഷ്യൂ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് അതിലോട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്ക പേസ്റ്റ് ആക്കിയത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ഹൽവ പ്രോസസ്സും സെയിം തന്നെയാണ്. അധിക ടൈമും പോകുന്നത് ഈ ഇളക്കുന്നതിലാണ്. അപ്പോൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കില്ല, പക്ഷേ വേറെ പാത്രമാണെങ്കിൽ നമ്മൾ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ ഇത് അത്രയും കുഴപ്പമില്ല. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി ഇത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം, അതാണ് പരുവം. അത്രയും നേരം ഇത് ഇളക്കണം. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ചക്കയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. നല്ല മധുരമാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് പഞ്ചസാര ഇട്ടാൽ മതി. ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കൽ തുടരുക. അപ്പോൾ ഇത് കുറേശ്ശെ വിട്ട് വരുന്നുണ്ട് എൻ്റെത്. ഇതല്ല, ഇത് പാത്രത്തിൽ കിടന്ന് ഓടണം, അങ്ങനത്തെ പരുവം ആവണം. അപ്പോൾ ഇത് കുറേശ്ശെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വരുന്നു. ഇതും കുറച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്തായാലും വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴാണ് കറക്റ്റായത്. കണ്ടോ, എങ്ങും ഒട്ടുന്നില്ല, തൊടുമ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. അപ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി ഷേപ്പാക്കി എടുക്കാം. ജസ്റ്റ് ബൗളിൽ മാറ്റിയിട്ട് ബൗളിൽ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഷേപ്പിൽ വരും. അതല്ല, ജസ്റ്റ് ബൗളിൽ ആക്കിയിട്ട് നമുക്ക് അതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.